ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടാലോ. എപ്പോഴും നമുക്ക് കുക്കിംഗ് കറക്റ്റായിട്ട് വരണമെന്നില്ല അല്ലേ. അപ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാനിവിടെ കാണിക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് അരി, 2 ഗ്ലാസ് അരി, ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ എന്ത് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ, കണ്ണൂരപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അത് നൈസായിട്ടങ്ങ് പാളിപ്പോയി. ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഒക്കെ കറക്റ്റായിരുന്നു. പക്ഷേ ഇവിടെ വേറൊരു മിസ്റ്റേക്കാണ് പറ്റിയത്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് ചോറും 1.5 കപ്പ് വെള്ളവും അതുപോലെ 1.5 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ 1 ടീസ്പൂണോളം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയ ഒരു ഐറ്റം എന്ന് പറയുന്നത് മൈദപ്പൊടി ആയിരുന്നു. മൈദപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ നന്നായിട്ടങ്ങ് ലൂസായി. അപ്പോൾ പണി പാളിയല്ലോ. പക്ഷേ ഇതെനിക്ക് മനസ്സിലായില്ല. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോഴും എനിക്കിത് മനസ്സിലായില്ല. ഞാനിത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെച്ചു. ഒരു 7 മണിക്കൂറോളം ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നു. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ ഫൈനൽ ലുക്ക്. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ തവിയിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ എനിക്കൊരു എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. പക്ഷേ അപ്പോഴും എനിക്ക് മൈദപ്പൊടി ഇടാത്ത കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഓക്കെ റെഡി ആവുമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ പാനൊക്കെ ചൂടാക്കി കണ്ണൂരപ്പം ഉണ്ടാക്കാൻ നോക്കി. നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് പണി പാളിയത് ശരിക്കും മനസ്സിലായത്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് ലൂസായി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അടിക്ക് പിടിക്കുവാണോ ഒട്ടിപ്പിടിക്കുവാണോ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എൻ്റെ കണ്ണൂരപ്പം നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പായി കിട്ടി. ഇത് നമ്മുടെ ചട്ടിക്ക് അങ്ങ് പറ്റി പിടിച്ച് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആയിപ്പോയി. അപ്പോൾ ഞാനാണെങ്കിൽ 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ ചെയ്ത പണിയായിരുന്നു. 2 കപ്പ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാറ്റർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയെന്ന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം മൈദപ്പൊടി മതിയാക്കും. ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് അരയ്ക്കുമ്പം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ നന്നായിട്ട് ലൂസായി പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ടാണ് നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടിയത്. പക്ഷേ എന്നാലും ഇത് കണ്ണൂരപ്പം ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഒന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇളക്കി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതും കൂടാതെ നന്നായിട്ട് എണ്ണയും കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമുക്ക് കണ്ണൂരപ്പം ഇനി റെഡി ആയി കിട്ടില്ല എന്ന്. നല്ല കറക്റ്റ് പാകത്തിന് നമ്മുടെ കണ്ണൂരപ്പം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് പക്ഷേ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ വിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എണ്ണ നന്നായിട്ട് കുടിക്കുന്നതുകൊണ്ട് തന്നെ 2 ടിപ്പ് മാത്രം കണ്ണൂരപ്പം ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം എന്നിട്ടും നമുക്ക് ബാറ്റർ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. അത് നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേറൊരു റെസിപ്പി ഇതുകൊണ്ട് തന്നെ ചെയ്തെടുത്തു. അപ്പം നമ്മൾ പൊതുവേ കണ്ണൂരപ്പം എന്ന് പറഞ്ഞാൽ എണ്ണയൊക്കെ കുറച്ച് കുടിക്കുന്ന ആ ഒരു സ്നാക്കാണ്. പക്ഷേ എന്നാലും ഇത് ഓവറായിട്ട് എണ്ണ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, മധുരവും ഒക്കെ കറക്റ്റായിരുന്നു. പക്ഷേ ഇതായിരുന്നു കുഴപ്പം. ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ തന്നെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഫ്ലോപ്പായി പോകും. എന്നാൽ പിന്നെ ആ ഒരു ബാറ്റർ കൊണ്ട് തന്നെ വേറൊരു റെസിപ്പി ഉണ്ടാക്കി നമുക്ക് കുറച്ചൊന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വിധത്തിലൊരു റെസിപ്പി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 to 25 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഫ്ലോപ്പായി പോകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കണ്ണൂരപ്പം ഫ്ലോപ്പായതുപോലെ എന്തായാലും വട്ടയപ്പം ഫ്ലോപ്പായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത്. നമ്മുടെ വട്ടയപ്പം എന്തായാലും ഫ്ലോപ്പായി പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇങ്ങനെയും വട്ടയപ്പം നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. എന്തായാലും കണ്ണൂരപ്പം ഫ്ലോപ്പായി പോയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റെസിപ്പി കൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തപ്പം കുറച്ച് സമാധാനമായി. എന്തായാലും ബാറ്റർ നമുക്ക് വേസ്റ്റായി പോയില്ലല്ലോ, അതുതന്നെയാണ് വലിയൊരു സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോപ്പ് ആവാത്ത, എണ്ണ കുടിക്കാത്ത, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ റെസിപ്പീസായിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.